സ്പോട്ട് ലൈവ് തുടരുന്നു. ഇടുക്കി കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസാണ് സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത്. നവജാത ശിശുവിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കഴിയാത്തത് പോലീസിനെ വലയ്ക്കുകയാണ്. കേസിൽ തുടരന്വേഷണത്തിന് ജില്ലാ പോലീസ് മേധാവി ടി.കെ. വിഷ്ണു പ്രദീപിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. അതിനിടെ ഒന്നാം പ്രതി നിതീഷിന്റെ കസ്റ്റഡി നീട്ടുകിട്ടാൻ പോലീസ് അപേക്ഷ സമർപ്പിച്ചു. നിതീഷിനെ കട്ടപ്പന കോടതിയിൽ ഹാജരാക്കി. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് പ്രിൻസ് ജെയിംസും ഡാനി പോളും ചേരുന്നുണ്ട്. ആദ്യം പ്രിൻസിലേക്ക് പോവുകയാണ്. പ്രിൻസ്, ഇന്ന് നിതീഷിനെ കട്ടപ്പന കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഇന്ന് തന്നെ ഈ നിതീഷിന്റെ കസ്റ്റഡി നീട്ടിക്കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ, പോലീസിന്റെ അപേക്ഷ കോടതി പരിഗണിക്കുമോ? അതിൽ ഇനി എന്തായിരിക്കും പോലീസിന്റെ നീക്കം? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിതീഷിനെ ചോദ്യം ചെയ്യുന്നു. പക്ഷേ ഈ കുഞ്ഞിന്റെ, നവജാത ശിശുവിന്റെ മൃതദേഹ അവശിഷ്ടങ്ങൾ എവിടെയെന്ന് കണ്ടെത്താൻ ഇതുവരെയും പോലീസിന് കഴിഞ്ഞിട്ടില്ല. കൂടുതൽ ചോദ്യം ചെയ്യലിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമാകുമെന്ന പ്രതീക്ഷയുണ്ടോ പോലീസിന്? തീർച്ചയായും വിശദമായ ചോദ്യം ചെയ്യലിലൂടെ മൃതദേഹത്തെ സംബന്ധിച്ചുള്ള വ്യക്തത കൈവരുമെന്നാണ് പോലീസ് കരുതുന്നത്. പലതവണ ഈ നിതീഷ്, ഒന്നാം പ്രതിയായ നിതീഷ് മൊഴി മാറ്റിയൊരു സംഭവമുണ്ട്. ഇന്നെന്തായാലും കോടതിയിൽ നിതീഷിനെ ഹാജരാക്കിയിട്ടുണ്ട്. ഒപ്പം ഈ നിതീഷിനെ കസ്റ്റഡിയിൽ അനുവദിച്ചിരുന്ന കസ്റ്റഡി സമയം നീട്ടി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ സമർപ്പിക്കുകയും ചെയ്യുകയും ഇന്ന് തന്നെ കോടതി വിഷയം പരിഗണിക്കുമെന്നും കസ്റ്റഡിയിലേക്ക് നിതീഷിനെ കസ്റ്റഡിയിൽ വിട്ടു നൽകുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. ഒപ്പം ഈ കേസ് അന്വേഷിക്കുന്നതിനായി ഇടുക്കി എസ് പിയുടെ നേതൃത്വത്തിൽ 10 അംഗ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങൾ, പ്രത്യേകിച്ചും നിതീഷ് മൊഴി മാറ്റി പറയുന്ന ഒരു സാഹചര്യമുണ്ട്. ആദ്യം മുൻപ് ഇവർ കട്ടപ്പനയിൽ താമസിച്ചിരുന്ന, സാഗരാജംഗ്ഷനിൽ താമസിച്ചിരുന്ന വീട്ടിലെ തൊഴുത്തിൽ മൃതദേഹം കുഴിച്ചിട്ടു എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ പിന്നീട് ഈ മൃതദേഹം കൊല്ലപ്പെട്ട വിജയൻ ഇവിടുന്ന് എടുത്ത് കവറിലാക്കി കൊണ്ടുപോയെന്നും പിന്നീട് ഈ മൃതദേഹം കത്തിച്ച ശേഷം ഇടുക്കി ജലാശയത്തിൽ ഒഴുക്കിക്കളഞ്ഞെന്നും അത് ശേഷക്രിയയുടെ ഭാഗമായി ഒഴുക്കിക്കളഞ്ഞെന്നുമൊക്കെയാണ് ഇപ്പോൾ നിതീഷ് പറഞ്ഞത്. അത് കാര്യമായ രീതിയിൽ പോലീസ് മുഖവിലേക്ക് എടുത്തിട്ടില്ല. മറ്റ് പ്രതികളെ കൂടി കൃത്യമായ ഒരു ചോദ്യം ചെയ്യൽ ഉണ്ടാവുകയും അതിനുശേഷമൊക്കെ ആയിരിക്കും ഈ കേസിലേക്ക് നിർണായക തെളിവുകൾ ശേഖരിക്കാനുള്ള നടപടിയിലേക്ക് വീണ്ടും പോലീസ് നടക്കുക. എന്തായാലും കട്ടപ്പനയിലെ സാഗര ജംഗ്ഷനിലെ വീട്ടില് നിതീഷ് കാണിച്ച പ്രദേശം കൃത്യമായി പോലീസ് പരിശോധിച്ചിട്ടുണ്ട്. ഇവിടുന്ന് മണ്ണ് അടക്കം ശേഖരിച്ചിട്ടുണ്ട്. എന്തായാലും മറ്റ് വിജയന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രതി ചൂണ്ടിക്കാട്ടിയിരുന്ന സ്ഥലത്ത് നിന്ന് തന്നെ വിജയന്റെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പം ഈ രണ്ട് സ്ത്രീകൾ, ഈ വീട്ടിലുണ്ടായിരുന്ന 2 സ്ത്രീകളുടെ മാസങ്ങളോളം ഈ വീടിനുള്ളിൽ അടച്ചു കിട്ടുന്ന ഒരു സാഹചര്യത്തിലൂടെ ഇവർക്ക് ചോദ്യം ചെയ്യലിനോടൊക്കെ പ്രതികരിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു കൃത്യമായ കൗൺസിലിംഗ് ഒക്കെ നൽകിയ ശേഷമായിരിക്കും വിശദമായ ഒരു ചോദ്യം ചെയ്യലിലേക്ക് ചോദ്യം ചെയ്യൽ നടത്തുക. പ്രിൻസിലേക്ക് തിരികെ എത്താം. പ്രിൻസ് തുടരുക. ഡാനി ഇപ്പോൾ കൂടി ചേരുന്നുണ്ട്. ഡാനി, എന്തായാലും ഈ കേസിൽ പോലീസിനെ പ്രധാനമായും വലയ്ക്കുന്നത് നവജാത ശിശുവിന്റെ മൃതദേഹാവശിഷ്ടം കണ്ടെത്താൻ കഴിയാത്തതാണ്. പല ദുരൂഹതകളും ഈ കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിന് പിന്നിലുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയിട്ടുണ്ട് ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ. ഏത് രീതിയിലായിരിക്കും ഇനി പോലീസിന്റെ ഈ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണങ്ങൾ നീങ്ങുക? ടോം, ഇതിൽ അന്വേഷണ സംഘത്തിന് എറണാകുളം റേഞ്ച് DIGയുടെയും അതോടൊപ്പം തന്നെ ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയുടെയും നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണ സംഘമാണ് ഇതിന് ഹെഡ് ചെയ്യുക. നിലവിൽ കേസ് അന്വേഷിച്ചിരുന്ന ഉദ്യോഗസ്ഥരടക്കമുള്ളവരെല്ലാം തന്നെ ഈ ടീമിൽ പങ്കാളികളാവുകയും ചെയ്യും. പ്രധാനമായും പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷിക്കുന്നത് ഇവരുടെ ഒരു ക്രിമിനൽ പശ്ചാത്തലവും കാര്യങ്ങളും എല്ലാം തന്നെ ഇതിനകം ശേഖരിച്ചിട്ടുണ്ട്. എങ്കിലും ഈ കാര്യത്തിൽ ഈ കുട്ടിയുടെ മൃതദേഹം അത് എന്ത് ചെയ്തു എന്നത് സംബന്ധിച്ചുള്ളൊരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഇവരുടെ മൊഴികളിൽ വൈരുദ്ധ്യം വളരെ പ്രകടവുമാണ് താനും. അപ്പോൾ ഈ വിഷയങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരിക്കും ഇനി ഏത് രീതിയിലാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകേണ്ടതെന്നതടക്കമുള്ള കാര്യങ്ങൾ നിശ്ചയിക്കേണ്ടതുണ്ട്. ഒരു മോഷണ ശ്രമത്തിനിടെ വളരെ തികച്ചും അവിചാരിതമായാണ് ഈ വിഷയം പുറത്തേക്ക് വരുന്നത്. അതും പോലീസിൻ്റെ വിശദമായ ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങളിലാണ് ഈ കാര്യങ്ങൾ വ്യക്തമാകുന്നത്. പ്രത്യേകിച്ച് വിജയൻ്റെ കൊലപാതകം തമ്മിൽ പുറത്തു വരുന്നത് പോലെ പ്രതിയുമായി തെളിവെടുപ്പിന് അവിടേക്ക് എത്തുമ്പോൾ ഈ അച്ഛനെവിടെ എന്നുള്ള ചോദ്യം സംബന്ധിച്ച് അന്വേഷണ ചോദ്യമാണ് പിന്നീട് ഇത്തരം
വലിയ കുറ്റകൃത്യങ്ങളിലേക്കടക്കം കുറ്റകൃത്യങ്ങൾ നടന്നു എന്നതടക്കമുള്ള കാരണങ്ങൾ കുറ്റകൃത്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നത്. അന്ന് തോന്നിയ സംശയങ്ങൾ പിന്നീട് അത് കൊലപാതകങ്ങളിലേക്കടക്കം ഈ പ്രതികൾ ചെയ്തിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ തെളിയുകയായിരുന്നു. ഇപ്പോൾ വിജയന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ ഇതെല്ലാം തന്നെ ലഭിക്കുകയും അതിന് ശാസ്ത്രീയ പരിശോധനകൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുകയുമാണ്. പക്ഷെ അപ്പോഴും ഈ കുട്ടിയുടെ മൃതദേഹം എന്തു ചെയ്തു എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. ഈ മൊഴികളിലെല്ലാം തന്നെ വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യങ്ങളിൽ കുറച്ചുകൂടി ശാസ്ത്രീയമായ രീതിയിൽ മുന്നോട്ട് പോകണം എന്നത് അന്വേഷണ സംഘം തീരുമാനിക്കുകയും ചെയ്തു. തുടർന്ന് ഈ അന്വേഷണ സംഘത്തിനടക്കം രൂപം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇവരുടെ മൊഴികളിലെ കാര്യങ്ങൾ തന്നെയായിരിക്കും യഥാർത്ഥത്തിൽ പരിശോധിച്ച് വരിക. അതോടൊപ്പം തന്നെയും ഇതിൽ നേരത്തെ വിജയൻ്റെ മരണത്തിലടക്കം പങ്കുണ്ട് എന്ന് പറയുന്ന ഭാര്യയെ സുമയെയും അതോടൊപ്പം തന്നെയും മകളെയും ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഈ രണ്ട് ചോദ്യം ചെയ്യലുകളും ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ കുട്ടിയുടെ മൃതദേഹം, അത് ഈ നവജാത ശിശുവിന്റെ മൃതദേഹം കഴിഞ്ഞ ദിവസങ്ങളിലെ ഈ ചോദ്യം ചെയ്യലിലെ പ്രതി നിതീഷ്, മുഖ്യപ്രതിയായിട്ടുള്ള നിതീഷ് പറഞ്ഞത് ഈ കുഞ്ഞിന്റെ മൃതദേഹം ഈ കാലിത്തൊഴുത്തിൽ നിന്നും അവിടെ നിന്നും മാറ്റി കൊല്ലപ്പെട്ട വിജയൻ മറ്റെവിടേക്ക് കൊണ്ടുപോയിരിക്കാം എന്ന രീതിയിലാണ് നിതീഷ് പോലീസിനോട് പറഞ്ഞത്. അതൊരു പക്ഷേ ഈ അന്വേഷണത്തെ വഴിതിരിച്ചുവിടാനുള്ള ഇയാളുടെ നീക്കമായിരിക്കുമോ, അതോ അങ്ങനെയൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ഈ കേസിന്റെ അന്വേഷണത്തെ അത് വലിയ രീതിയിൽ ബാധിക്കില്ലേ? ഈ വിജയൻ തന്നെ അങ്ങനെ ഈ മൃതദേഹാവശിഷ്ടം അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ പോലീസിനെ സംബന്ധിച്ച് അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ. ഒരിക്കലും അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മളിപ്പോൾ ഈ പറഞ്ഞെടുത്തോളം ഈ കേസിനെ കുറിച്ച് ഇപ്പോൾ പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം നമ്മൾ പലപ്പോഴും പറയുന്നത് പോലെ ദൃശ്യം മോഡൽ എന്നൊക്കെ ഒരു നിർവചനം ഇത്തരം കാര്യങ്ങളിലെല്ലാം ഉണ്ട്, വിശേഷണ കാര്യങ്ങളിലെല്ലാം ഉണ്ട്. അപ്പോൾ അത്തരം ഒരു കാര്യങ്ങൾ തന്നെ ഇതിൽ നടന്നിട്ടുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് പോലീസ് നിൽക്കുന്നത്. കാരണം പിന്നീട് അത് മറവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്ത് നിന്ന് തൊഴുത്തിൽ നിന്ന് മാറ്റി അത് മറ്റെവിടേക്കെങ്കിലും മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് വിജയന് മാത്രമേ അറിയാവൂ എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ നിതിൻ പറഞ്ഞിരിക്കുന്നത്. വിജയനാണെങ്കിൽ കൊല്ലപ്പെടുകയും ചെയ്തിരിക്കുന്നു. വിജയന് മാത്രം ഇക്കാര്യങ്ങൾ അറിയാവുന്നുള്ളൂ എങ്കിൽ ഈ കേസിനെ അത് ബാധിക്കും. കാരണം പ്രത്യേകിച്ച് കുട്ടി ഈ രീതിയിൽ ഇല്ലായ്മ ചെയ്തു, അതെവിടേക്ക് മറവ് ചെയ്തു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിന് ഉത്തരം മുട്ടും എന്ന കാര്യത്തെ ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ ചെന്നിരിക്കുന്നത്. എങ്കിൽ കൂടിയും ശാസ്ത്രീയമായ പരിശോധനകളുടെ ഒരിടം ബാക്കിയുണ്ട് എന്ന് തന്നെയാണ് പോലീസ് വിശ്വസിക്കുന്നത്. ആ രീതിയിലുള്ളൊരു തെളിവുകളിലേക്ക് വൈകാതെ എത്തപ്പെടും എന്ന് അവർ കരുതുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ കുട്ടിയുടെ അമ്മ അവരെയും അതോടൊപ്പം തന്നെ സുമ എന്ന വിജയൻ്റെ ഭാര്യ ഇവർ രണ്ടുപേരെയും ചോദ്യം ചെയ്യുന്നതിലൂടെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു വിവരം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വിജയൻ ഇക്കാര്യങ്ങൾ ഇവരോട് പങ്കുവച്ചിട്ടുണ്ടാകാം എന്നൊരു നിഗമനത്തിൽ പോലീസ് എത്തി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഈ നിതിൻ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും പോലീസ് വിശ്വസിച്ചിട്ടില്ല എന്നതാണ്. പ്രത്യേകിച്ച് ഈ രീതിയിലുള്ള ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാൾ ഇത്തരം മോഷണവും അതോടൊപ്പം തന്നെ ഈ മറ്റ് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടും എല്ലാം തന്നെയുള്ള ഒരാൾ പോലീസിനെ വഴിതെറ്റിക്കാൻ വളരെ ആസൂത്രിതമായി ഇത് കള്ളക്കഥ മെനയുന്നുണ്ടോ എന്നൊരു സംശയം അത്തരം സംശയങ്ങൾ പോലീസ് ബാക്കി നിർത്തുന്നുണ്ട്. അതുകൊണ്ട് ആ രീതിയിലുള്ള എല്ലാവിധ തന്നെ ആ രീതിയിലുള്ള ഒരു കള്ളക്കഥയാണോ, ഈ വലിയൊരു ക്രിമിനൽ ബുദ്ധിയാണ് നിതീഷ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രിൻസ് ജെയിംസിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. പ്രിൻസ്, ഇതില് നിതീഷിന്റെ ചോദ്യം ചെയ്യൽ മാത്രമാണ് നടന്നിട്ടുള്ളത്. കേസിലെ കൂട്ടുപ്രതിയായിട്ടുള്ള വിഷ്ണുവിന് ഈ 2 കൊലപാതക കേസുകളിലും പങ്കുണ്ട്. വിജയനെ കൊലപ്പെടുത്തിയ കേസിൽ വിജയന്റെ ഭാര്യയ്ക്കും പങ്കുണ്ടെന്ന് നിഗമനമാണ് പോലീസിനുള്ളത്. ആ രീതിയിലുള്ള മൊഴിയാണ് നിതീഷിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. പ്രിൻസിപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട പോലീസിന് ലഭിച്ച വിവരം വിഷ്ണുവിനെയും സുമയെയും ഇനി ഈ കേസുകളിൽ നേരത്തെ വിഷ്ണുവിനെ ഒരു മോഷണക്കേസുമായി ബന്ധപ്പെട്ടാണ് ഇരുവരെയും കസ്റ്റഡിയിലെടുക്കുന്നത്. പിന്നീട് അതിനുശേഷമാണ് ഈ കട്ടപ്പനയിൽ ഇരട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസുകളെല്ലാം വന്നത്. രണ്ടുപേരെയും ഉടൻ തന്നെ കേസിൽ പ്രതി ചേർക്കുമോ, അറസ്റ്റ് ഉടൻ തന്നെ ഉണ്ടാകുമോ, എന്തായിരിക്കും പോലീസിന്റെ ഈ നിതീഷിന്റെ കസ്റ്റഡി നീട്ടുകിട്ടണം എന്നാവശ്യപ്പെട്ട അതിനപ്പുറം വിഷ്ണുവിനെയും സുമയെയും ചോദ്യം ചെയ്യുന്ന കാര്യത്തിലുള്ള അടുത്ത നീക്കം എന്താണ് പ്രിൻസ്?
പോലീസിന് ഈ രണ്ട് കേസുകളിലും നിർണായകമായ ഒരു പങ്കുണ്ട്. ആദ്യം കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിലും ഒപ്പം വിജയന്റെ കൊലപാതകത്തിലും വിഷ്ണുവിന് കൃത്യമായ ഒരു പങ്കുണ്ട്. നിതീഷും വിഷ്ണുവും ചേർന്നാണ് ഈ കൃത്യങ്ങൾ നടത്തിയത്. ആദ്യം കുഞ്ഞിനെ കൊന്നത് വിജയനും നിതീഷും ചേർന്നാണെങ്കിൽ പോലും വിഷ്ണുവിന്റെ അറിവോടുകൂടിയായിരുന്നു ആ കൃത്യം നിർവഹിച്ചത്. അതുകൊണ്ട് തന്നെ വിഷ്ണുവിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ കൃത്യമായ ഒരു ചോദ്യം ചെയ്യുന്നതിലൂടെ അനിവാര്യമായ തെളിവുകൾ ശേഖരിക്കാൻ സാധിക്കും എന്നാണ്, തെളിവുകൾ കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ് പോലീസിന്റെ നീക്കം. എന്തായാലും വിഷ്ണു ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ചികിത്സയിൽ തുടരുകയാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ശേഷമായിരിക്കും വിഷ്ണുവിന്റെ കസ്റ്റഡിയിൽ എടുക്കുന്നുള്ള അപേക്ഷ അടക്കം സമർപ്പിക്കുകയും കേസ് പ്രതിയാക്കുകയും ചെയ്യുന്നത്. എന്തായാലും സുമയെയും ഈ കേസിൽ രണ്ടാമത്തെ കേസിൽ, അതായത് വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട സുമയ്ക്ക് പങ്കാളിത്തമുണ്ട്. അതുകൊണ്ട് തന്നെ സുമയെയും കസ്റ്റഡിയെടുക്കുന്ന കാര്യങ്ങളും സുമയ്ക്കെതിരെ കേസെടുക്കേണ്ട, സുമയും പ്രതിപ്പെട്ടി ചേർക്കുകയും ഒപ്പം സുമയെയും അറസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അപ്പൊ എന്തായാലും ഇവരെ എല്ലാവരെയും ഒരുമിച്ചിരുത്തിയും ഒപ്പം വേർതിരിച്ചിരുത്തിയും കൃത്യമായ ഒരു ചോദ്യം ചെയ്യൽ ഈ 3 പേരെയും നടത്തുകയും ഒപ്പം മുഖ്യപ്രതിയായ നിതീഷിനെയും അടക്കമുള്ള കാര്യങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടുള്ളതായിരിക്കും അന്വേഷണം ഇപ്പോൾ നടക്കുക. ഇപ്പൊ എന്തായാലും നിലവിൽ ഇതുവരെയുള്ള കാര്യങ്ങൾ അന്വേഷണം നടക്കുന്നതും തെരച്ചിൽ നടക്കുന്നതും ഒക്കെ നിതീഷിന്റെ മൊഴിയുടെ പ്രകാരമുള്ള കാര്യങ്ങൾ പ്രകാരമാണ് നടക്കുന്നത്. നിതീഷ് പറഞ്ഞത് പ്രകാരം തന്നെ കക്കാട്ടുകടയിലെ വീട്ടിൽ നിന്ന് വിജയന് മൃതദേഹം കിട്ടിയെങ്കിൽ പോലും ഈ നിതീഷ് പറഞ്ഞതിന് വ്യത്യസ്തമായി ഇവിടുന്ന് സാഗര ജംഗ്ഷനിലെ വീട്ടിൽ നിന്നും കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയിട്ടില്ല. ഇവിടുന്ന് പിന്നീട് ഇത് എടുത്തുകൊണ്ട് പോയെന്നും ജലാശയത്തിൽ ഒഴുക്കിയെന്നും ഒക്കെ അടക്കം പലതവണ ഇയാൾ മൊഴി മാറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വിഷ്ണു വിജയനിലൂടെയും സുമയിലൂടെയും കൃത്യമായ ഒരു വിവരത്തിലേക്ക് എത്താൻ സാധിക്കുമെന്നാണ് പോലീസ് കരുതുന്നത്. എന്തായാലും അതിനുള്ള നടപടികൾ അടുത്ത ദിവസം തന്നെ സ്വീകരിക്കപ്പെടുകയും പ്രത്യേക അന്വേഷണ സംഘം കൂടി എത്തുന്ന സ്ഥിതിക്ക് വളരെ വ്യക്തമാണ് വിവരങ്ങൾ നൽകിയത്. ഡാനി പോളിലേക്ക് ഒരിക്കൽ കൂടി ഒന്ന് പോവുകയാണ്. ഡാനി, പ്രിൻസ് സൂചിപ്പിച്ചതുപോലെ ഇനി രണ്ടുപേരെയും, സുമയെയും വിഷ്ണുവിനെയും ചോദ്യം ചെയ്യണം. എന്നാൽ മാത്രമേ ഒരുപക്ഷെ ഈ നവജാത ശിശുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വ്യക്തത വരികയുള്ളൂ. എന്തായാലും കഴിഞ്ഞ 2 ദിവസം ഈ കുഞ്ഞിന് വേണ്ടിയുള്ള മൃതദേഹാവശിഷ്ടങ്ങൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടത്തി, പക്ഷേ യാതൊരു തുമ്പും ലഭിച്ചില്ല. ഇനി ഇവരിൽ നിന്നും ഈ വിഷ്ണുവിൻ്റെയും സുമയുടെയും മൊഴികൾ രേഖപ്പെടുത്തിയ ശേഷം മാത്രമേ ഈ കുഞ്ഞിൻ്റെ മൃതദേഹ അവശിഷ്ടങ്ങൾക്ക് വേണ്ടിയുള്ള തെരച്ചിലിലേക്ക്, പരിശോധനയ്ക്ക് പോലീസ് കടക്കുകയുള്ളൂ. പൂർണ്ണമായും അങ്ങനെ പറയാൻ സാധിക്കില്ല. കാരണം കുട്ടിയുടെ മൃതദേഹത്തിന് വേണ്ടിയുള്ള മൃതദേഹാവശിഷ്ടത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ ഒരു ഭാഗത്ത് പോലീസ് തുടരുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. കാരണം അവിടെ നിന്ന് കിട്ടിയ ആ കാര്യങ്ങൾ ഇതെല്ലാം പരിശോധിക്കുന്നു. കാരണം എന്തെങ്കിലും രീതിയിലുള്ള ഒരു ലീഡ് അവിടെ നിന്ന് ലഭിക്കുമോ? കാരണം ഒരു ഭാഗത്ത് പോലീസ് നിതീഷ് പറയുന്നത് പൂർണ്ണമായും വിശ്വസിക്കാതെ തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് പോലീസ് നിലവിലെ സാഹചര്യങ്ങളിലുള്ള ഒരു പരിശോധന തുടരുന്നുണ്ട്. ഒപ്പം ഈ മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചെങ്കിൽ മാത്രമേ ഇനി ഈ കേസിൽ മുന്നോട്ട് പോകാൻ, പ്രത്യേകിച്ച് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിന് മുന്നോട്ട് പോകാൻ സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ട് വൈകാതെ തന്നെയും ഈ 2 പേരെയും തന്നെയും ചോദ്യം ചെയ്യും, വെവ്വേറെയും ഒരുമിച്ചിരുത്തിയുമുള്ള ചോദ്യം ചെയ്യലുകൾക്ക് തന്നെയാണ് സാധ്യതയുള്ളത്. ഒപ്പം ഈ മകളെയും തന്നെ ചോദ്യം ചെയ്യും, വിജയൻ്റെ മകളെയും ചോദ്യം ചെയ്യുന്നു. കാരണം ഇവരുടെ കുട്ടിയാണ് ഈ രീതിയിൽ കൊല ചെയ്യപ്പെട്ടത്. അതുകൊണ്ട് ഇവരെ എല്ലാവരെയും തന്നെ ചോദ്യം ചെയ്യുന്ന ലഭിക്കുന്ന വിവരങ്ങൾ പോലീസ് അന്വേഷണ സംഘം പൂർണ്ണമായും പരിശോധിച്ചതിന് ശേഷം അവർക്ക് കൃത്യമായ ഈ രീതിയിൽ ഏതെങ്കിലും മൊഴികളിലൊരു വൈരുദ്ധ്യം ഉണ്ടാകുമെന്നൊരു വിശ്വാസം അന്വേഷണ ഉദ്യോഗസ്ഥർക്കുണ്ട്. കാരണം നിലവിലുണ്ടായിരിക്കുന്ന സംഭവങ്ങൾ എല്ലാം തന്നെ അങ്ങനെയാണ്. അത്തരം വൈരുദ്ധ്യങ്ങൾ പരിശോധിച്ചതിന് അതിൽ നിന്ന് തന്നെയാണ് വിജയൻ്റെ ഒരു കൊലപാതകവും പിന്നീട് കുട്ടിയുടെ കൊലപാതകം ഈ രീതിയിലെല്ലാം തന്നെ നടന്നിട്ടുണ്ട് എന്ന് അന്വേഷണ സംഘത്തിന് മനസ്സിലാകുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയും ഇപ്പോഴും പൂർണ്ണമായും കുട്ടിയുടെ മൃതദേഹം അത് സംബന്ധിച്ച് അതിൻ്റെ യഥാർത്ഥ വസ്തുത കണ്ടെത്തുന്നതിന് അതിൽ ശരിയിലേക്ക് ചെല്ലുന്നതിനുള്ള വഴികൾ പൂർണ്ണമായും അടഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് അന്വേഷണ സംഘം കരുതുന്നത്. ഇരുവരുടെയും ചോദ്യം ചെയ്യലടക്കം പൂർത്തിയാകുക, ഒപ്പം തന്നെയും ഡാനി പോളും പ്രിൻസ് ജെയിംസുമാണ് വിവരങ്ങൾ നൽകിയത്. ഡാനി സൂചിപ്പിച്ചതുപോലെ ഇപ്പോഴും ഇതിന്റെ സാധ്യതകൾ പൂർണ്ണമായും അടഞ്ഞിട്ടില്ല. കൂടുതൽ ചോദ്യം ചെയ്യലില് ഈ കുഞ്ഞിന്റെ മൃതദേഹാവശിഷ്ടങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങളും വിജയനെ എന്തിനാണ് കൊലപ്പെടുത്തിയത്, എങ്ങനെയാണ് കൊലപ്പെടുത്തിയത് തുടങ്ങിയ വിവരങ്ങളിലും ഒരു വ്യക്തമായ കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് പോലീസിനുള്ളത്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.